ഹായ് ഹലോ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദിസ് ഇസ് ഗോപിക തീജു. അപ്പോൾ ഇതാ നമ്മളെ എക്സാം ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി ഫുൾ റെസ്റ്റിംഗ് ടൈമാണ്. റെസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഏകദേശം നാട്ടിൽ പോകാനായി. അപ്പം നാട്ടിൽ പോകുന്നതിന് മുന്നേ ഷോപ്പിംഗ് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരെ പോയത് ചോർസു മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ചോർസു എന്ന് പറയുമ്പം ഇവിടെ എന്താ പറയുക, എല്ലാം കിട്ടുന്നൊരു സ്ഥലം തന്നെ വേണം പറയാം. ലൈക്ക് എന്താ പറയുക, എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരെ പോയത് ചോർസു മാർക്കറ്റാണ്. അപ്പോൾ ഇതാ ചോർസു മാർക്കറ്റിൽ നമുക്ക് കയറുമ്പം തന്നെ ഇങ്ങനെ കുറേ ഡോമാണ് കാണാൻ പറ്റുക. വലിയ വലിയ ഡോംസാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും തന്നെ കാണാം. ഇവിടെ മെയിനായിട്ട് നട്ട്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് വില കുറഞ്ഞിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ. നട്ട്സിനൊക്കെ തന്നെ ആയിട്ടൊരു വലിയൊരു ഏരിയ തന്നെ ആക്ച്വലി നട്ട്സും കാര്യങ്ങളും മാത്രമാണ്. അങ്ങനെ ഓരോ ഏരിയാസ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഓരോ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചിക്കനും ബീഫും മീറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ഏരിയയാണ്. ഇപ്പോൾ പുറത്തേക്ക് പോയ ഡ്രസ്സിൻ്റെ ഏരിയ കാണാം, ചോക്ലേറ്റ്സിൻ്റെ ഏരിയ കാണാം. അങ്ങനെ കംപ്ലീറ്റ് ഓരോ ഏരിയ ഓരോ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഇന്ന് നട്ട്സ് വാങ്ങിക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തു നിന്ന് ചെറുതായിട്ടൊരു പേടേൻ്റെ ബോക്സായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ നട്ട്സായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ. സോ ഞാനിതാ ഈ കാണുന്ന ഈ ഒരു പേട ബോക്സായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ താഴെ പോയപ്പോൾ അവിടെ എൻട്രൻസിൽ തന്നെ കണ്ടത് ചായപ്പൊടിയായിരുന്നു. അതായത് ഫ്ലേവേർഡ് ചായപ്പൊടി, അതായത് സ്ട്രോബെറി, ലെമൺ, അങ്ങനെ കുറേ ചായപ്പൊടികളുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് മുട്ടായിൻ്റെ ഷോപ്പിലേക്കാണ്. സോ ഇതാ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ചിക്കനും ബീഫും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇനി നേരെ പോകുന്നത് ചോക്കോ സിറ്റിയിലേക്കാണ്. സോ ഈ ഷോപ്പിലേക്കാണ് നമ്മൾ പോയത്. ആൻഡ് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ജെല്ലിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഏരിയയിൽ ഓരോന്നിനായിട്ടാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ കണ്ടതൊക്കെ ഉസ്ബെക്ക് ട്രഡീഷണൽ ഡ്രസ്സും ബാഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ ആ ഏരിയയും ഒന്ന് ചുറ്റി കണ്ടു. അങ്ങനെ ഓരോ ഏരിയ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ചോർസ് ആക്ച്വലി ഭയങ്കര വലുതാണ്, കുറേ നടക്കാനുണ്ട്. ഓരോ ഏരിയയും ഓരോന്നായിട്ടുള്ള, ഇപ്പോൾ ഷോളിൻ്റെ ഏരിയ പറയുകയാണെങ്കിൽ ഷോളിന് മാത്രമായിട്ടൊരു ഏരിയ ഉണ്ട്, ഡ്രസ്സിന് പറയുകയാണെങ്കിൽ ഡ്രസ്സിന് മാത്രമായിട്ടൊരു ഏരിയ ഉണ്ട്. അങ്ങനെ വലിയൊരു ഏരിയ തന്നെയാണിത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മെട്രോയിലേക്കാണ് പോയത്. പിന്നെ ഫുഡൊക്കെ നമ്മൾ കഴിച്ച് നേരെ പിന്നെ ഹോസ്റ്റലിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. കംപ്ലീറ്റ്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ശരി, ബൈ.